നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊണ്ടാഴി യൂണിറ്റിന്റെ ജനറൽ ബോഡി യോഗവും വ്യാപാര ഭവൻ ഉദ്ഘാടനവും പ്രൗഢമായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. ദിനേന പണക്കാരനായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മളെ അതിനാലോ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ഏറ്റവും സാധാരണക്കാരെയാണ്. ഇപ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, മൈക്രോ ഫിനാൻസ് എന്ന് കേട്ടിട്ടുള്ള സംഭവം. മൈക്രോ ഫിനാൻസ് ഏറ്റവും കൂടുതൽ അവർ വർക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാം, വനിതകൾക്കിടയിലാണ്. അതിനെ ഉപയോഗപ്പെടുത്തുന്നത് കുടുംബശ്രീ യൂണിറ്റുകളെയാണ്. ഈ കുടുംബശ്രീയെ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന ആളുകളാണ് മൈക്രോ ഫിനാൻസുകാർ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഇടയിൽ വന്നു 10 ആളുടെ കൂട്ടായ്മ, 10 ആൾക്കൊരു ലീഡർ, എല്ലാവർക്കും 25,000 തരാം, നീ വേണം മക്കൾ, ഇവരെല്ലാവരും നോക്കണപ്പടി നിൽക്കാം, എനിക്ക് ശമ്പളമൊന്നും തരുന്നില്ല. പക്ഷെ ആ ആള് വിചാരിക്കുന്നത് എനിക്ക് 25,000 ആവശ്യമില്ല, അപ്പോ 10 ആളെ ഞാൻ കൂട്ടി അവരടച്ചില്ലെങ്കിൽ പട്ടിണി കിടന്നിട്ടായാലും കഴുത്തിന് പിടിച്ചിട്ട് അടപ്പിക്കും. കാരണം എന്താണ്? അടുത്ത മോട്ടിവേഷൻ എന്താ? ഇത് 10 ആള് 25,000 കൃത്യമായിട്ട് അടച്ചാൽ അടുത്ത തവണ 50,000 തരും. ഇതിന്റെ പലിശ എത്രയാണെന്ന് ദൈവം സഹായിച്ച ഒരു മനുഷ്യർക്ക് അറിയില്ല. അടക്കുന്ന ഒരാളോട് നിങ്ങൾ ചോദിച്ചോ, ഇതിന്റെ പലിശ എത്രയാണെന്ന് അവർക്ക് അറിയില്ല. ആകെ അറിയാവുന്നത് ഞാൻ കൃത്യമായിട്ട് പഠിച്ചിട്ടാ പറയുന്നത്. ഇതിന്റെ പ്രസിഡന്റിനെ നമ്മൾ പഠിക്കാൻ പോകണമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ നമ്മൾ അറിയണമല്ലോ. അതായത് ഈ കുടുംബശ്രീ എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ ചൂഷണം ചെയ്തു നാട്ടിലെ വനിതകളെ, സാധാരണക്കാരായ വനിതകളെ ഇത്രയേറെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം വേറെയില്ല. എവിടെ നിങ്ങൾക്ക് പറയാൻ തയ്യാറാണ്? കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊണ്ടാഴി യൂണിറ്റ് പ്രസിഡന്റ് K രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. 5ാമത്തെ ദിവസം 3 ലക്ഷം രൂപ നമുക്ക് പൈസ കൈ തന്നു. അതിന്റെ പിന്നിൽ നാരായണൻ തന്നെ പ്രവർത്തിച്ചത്. അതുപോലെ തന്നെയാണ് ഇപ്പോ ഈ ഉദ്ഘാടനം നടത്തുന്ന സമയത്ത് നമ്മളെ കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞ് നാരായണനോട് പറഞ്ഞപ്പോൾ നാരായണൻ പറഞ്ഞു, നമുക്ക് വെറുതെ ഒന്നും പറ്റില്ല, ഈരാഴ്ച ക്ലാസ്സിൽ നോക്കാന്ന് പറഞ്ഞു. പക്ഷെ കൊടുത്ത പിറ്റേന്ന് തന്നെ 1.5 ലക്ഷം രൂപ വാങ്ങിച്ചു തന്നു. അപ്പൊ ഇത് എല്ലാം കൊണ്ടും അദ്ദേഹത്തിന്റെ പാദത്തില് നമ്മൾ നമസ്കരിക്കണം. കാരണം വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഈ പണി കൊണ്ട് നടക്കുന്നത്. ഇപ്പോഴും രാത്രി കടന്നാൽ ഉറക്കമില്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം ചെയർമാൻ P നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ബാക്കി സന്തോഷകരത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആസ്വദിക്കാൻ പല കാര്യങ്ങളും ഉണ്ടാവാം. അതൊക്കെ കഴിഞ്ഞ ആളാണ് ഞാൻ. ഇനിയിപ്പോൾ ഇതിൻ്റെ വലിയ എന്താ തർക്കമായ അവസാനം എനിക്ക് ലാസ്റ്റ് ലാഭം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. യാഥാർത്ഥ്യം കൊണ്ടുവന്നുണ്ട്. അയക്കാനൊന്നും ആഗ്രഹമൊന്നും ഉണ്ടായിട്ടുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നല്ലോ, ഏത് സമയത്തും ആവാനോ. അതുകൊണ്ട് പറയുന്നത് എന്തായാലും ഇവിടെ ഏറ്റവും സന്തോഷമായത് പ്രസിഡന്റ് സാന്നിധ്യം, അതുപോലെ ബാങ്ക് പ്രസിഡന്റ് സാന്നിധ്യം. ഇവിടുത്തെ ഒന്നും നമ്മൾ വിശദീകരിക്കാതെ ഞാനൊന്നും ഇവിടുത്തെ ബാങ്ക് പ്രസിഡന്റ് സംസാരിച്ചില്ല. യൂണിറ്റ് ജനറൽ സെക്രട്ടറി MS വേണുഗോപാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ മർച്ചന്റ് ബാങ്ക് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ, നിയോജകമണ്ഡലം കൺവീനർ KM മുഹമ്മദ്, നിയോജകമണ്ഡലം ട്രഷറർ P സുരേഷ്, യൂണിറ്റ് വിംഗ് നിയോജകമണ്ഡലം ചെയർമാൻ സുബൈർ വാഴാലിപ്പാടം, വനിതാ വിംഗ് നിയോജകമണ്ഡലം ചെയർപേഴ്സൺ റോസ്മേരി, കൊണ്ടാഴി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KK പ്രഭ തുടങ്ങിയവർ സംസാരിച്ചു. CCV ന്യൂസ് കൊണ്ടാഴി.